വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാനും കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാവിലെ എണീറ്റ് മുഖമെല്ലാം കഴുകി ആദ്യം തന്നെ മുറ്റമടിക്കും. മുറ്റെന്നൊന്നും പറയാനൊന്നുമില്ല, ആ റോഡിൻ്റെ കുറച്ചൊരു ഭാഗമേ ഉള്ളൂ. എന്നാലും അതൊന്ന് അടിച്ചു വാരിയിട്ട് അവിടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകും. അപ്പോൾ അത് ഡെയിലി ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഫ്രണ്ട് ഭാഗം കഴുകിയിട്ട് എല്ലാ വീടുകളിലും ഒഡീഷയിലെ എല്ലാ വീടുകളുടെ ഫ്രണ്ടും നോക്കിക്കഴിഞ്ഞാൽ അടിച്ചു വാരി ചാണകവെള്ളം തെളിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. തറവാട്ടിലെ അമ്മയൊക്കെ ചാണകവെള്ളമൊക്കെ രാവിലെ 4 മണിക്ക് എണീറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി ചാണകവെള്ളം തെളിക്കും. അപ്പം ഇപ്പോൾ ചാണകമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയുള്ളവരെല്ലാവരും വെള്ളം ഒഴിച്ച് കഴുകും. അപ്പോൾ അതൊരു സ്ഥിരം പരിപാടിയാണ്. രാവിലെ ഫ്രണ്ട് ഭാഗം അടിച്ച് വെള്ളം ഒഴിച്ച് കഴുകുക. രാവിലെ ചെയ്യുന്ന ജോലിയാണ് ആദ്യം അടിച്ച് വാരൽ. രാവിലെ അടിച്ച് തൂത്ത് വാരിക്കഴിഞ്ഞാൽ വൃത്തിയായി എന്നുള്ള ഒരു ഇതാണ്. പാത്രങ്ങളൊക്കെ രാത്രി തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴുകി വെക്കാറുണ്ട്. ഗ്യാസെല്ലാം തുടച്ച് എല്ലാം വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ അകവും മുറ്റും അടിച്ച് വാരി മോനെ റെഡിയാക്കി വിടണം. അവന് രാവിലെ പോകണം. അടിച്ച് വാരുന്നതിനോടൊപ്പം തന്നെ എല്ലാം ഒതുക്കിപ്പെറുക്കലൊരു പണി തന്നെയാണല്ലേ. എല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെ ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മോൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് മോനെ എഴുന്നേൽപ്പിക്കണം. മോനുള്ള കാര്യങ്ങളൊക്കെ ബാഗൊക്കെ കൊണ്ടുവന്ന് മോനുള്ളതെല്ലാം ഒരുക്കുകയാണ്. മോന് രാവിലെ 7 മണിക്ക് സ്കൂളിലെത്തണം. അപ്പോൾ ഒരു 6:15 ആകുമ്പോൾ ഞാൻ മോനെ എഴുന്നേൽപ്പിക്കും. മോന് കൊണ്ടുപോകാനുള്ള ടിഫിനാണ് മോംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടി വിയിൽ അഡ്വർടൈസ്മെൻ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊരു 4-5 കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ടിഫിനായി. ഇന്ന് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ പൊടിയുണ്ട്, അതാണ് കലക്കി കൊടുക്കുക പാലിൽ. അത് ഞാൻ കാണിച്ചു തരാം. പൊടി എന്ന് പറഞ്ഞാൽ അവൽ, പിന്നെ കശുവണ്ടി, ബദാം, പിന്നെ പിസ്ത ബദാം, കപ്പലണ്ടി, കുറച്ച് ഗോതമ്പ്, പിന്നെ പൊട്ടുകടല, അങ്ങനെ എല്ലാം ഇട്ടിട്ട് വറുത്ത് പൊടിച്ച പൊടിയാണ്. മോനെ എണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവനൊരു നാണക്കേട്. ഓഫ് ചെയ്തിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് അവനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. എല്ലാം റെഡിയാക്കിയിട്ട് മോനെ പെട്ടെന്ന് വിടണം. പഞ്ചസാരയോ അമൂലോ അല്ലെങ്കിൽ പാലൊക്കെ ഒഴിച്ചിട്ട് കലക്കി കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. മിക്കവാറും അല്ല, ഇവിടെ ഒഡീഷയിലുള്ള എല്ലാ പിള്ളേരും സ്കൂളിൽ വരുന്ന ടീച്ചേഴ്സ് വരെ ഇതും കുടിച്ചിട്ടാണ് വരിക. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഒഡീഷയിലെ. നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് കുറേ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും നാശാവില്ലല്ലോ, പൊടിയായിട്ട് നമ്മൾ വെക്കുക ചെയ്യുക. മൂക്കും ഹോസ്റ്റലിലേക്ക് 2 കിലോ എല്ലാം പൊടിച്ച് ഞാൻ കൊടുക്കും. അവലാണ് കൂടുതൽ ഇടുന്നത്, അവൽ വറുത്ത പൊടി. അതിൻ്റെ കൂടെ എല്ലാ ഐറ്റവും ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലത്തെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. പിന്നെ ഇവിടെ കുളിക്കാതെ അടുക്കളയിലും കയറില്ലല്ലോ. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് കൂടിയാണ്. ചെറിയ കുട്ടികൾക്ക് 11 മണി വരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് കുളിക്കലൊക്കെ വന്നിട്ടേ ഉള്ളൂ. സൈക്കിളിൽ പോയിക്കോളും. പക്ഷേ 7 മണിക്ക് മോനെ അങ്ങോട്ടേക്ക് വിട്ടതിന് ശേഷമാണ് ഞാൻ പോയി കുളിക്കുക. പിന്നെ ഇവിടുത്തെ രാവിലെ കുളി അത് നിർബന്ധമാണ്. അപ്പോൾ മോനെ വിട്ടതിന് ശേഷം എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ മോനെ ലേറ്റാവും. അപ്പോൾ മോനെ എല്ലാം റെഡിയാക്കി വിട്ടതിന് ശേഷം എൻ്റെ അലക്കൽ, കുളിക്കൽ, നനയ്ക്കൽ എന്ന് വേണ്ട എല്ലാ ജോലികളും, അമ്പലത്തിൽ പോക്ക്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഫുള്ള് എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മോനെ ബെൽറ്റെല്ലാം ഇട്ട് ടൈയെല്ലാം കെട്ടി എന്തായാലും 6:30 എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എല്ലാം റെഡിയാക്കി അങ്ങ് വിടും. എല്ലാ അമ്മമാരുടെയും രാവിലെ മക്കളെ സ്കൂളിലേക്ക് വിടുന്ന ഒരു പണി തന്നെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത്, മോന് പൗഡറൊക്കെ ഇട്ടിട്ട് പോകുന്ന ഇഷ്ടമാണ്. ലിബാം തണുപ്പായതുകൊണ്ട് ലിബാമൊക്കെ ഇട്ട് പോകാൻ റെഡിയായി. ഇപ്പോൾ 11 മണി വരെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. വൈകുന്നേരം വരെയുള്ള 5ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് 11 മണി വരെ ഉള്ളൂ. അല്ലാത്ത വലിയ പിള്ളേർക്ക് 3 മണി വരെയൊക്കെയാണ് ക്ലാസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉച്ചത്തേക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് എനിക്ക് അത്രയും പണി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ മോൻ സൈക്കിളിലാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിൽ, ഒരു 5 മിനിറ്റ് പോലും ഇല്ല ദൂരം. അവർക്ക് 7:15 പ്രെയർ തുടങ്ങും. അപ്പോൾ
അവർ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കോളും. വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവിടുന്ന് വഴിയിൽ നിന്നെല്ലാം വേറെ കുട്ടികളുണ്ട്. അപ്പോൾ മോനെ ഈ റൂട്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് അങ്ങോട്ട് ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൗണാണ്. ആ വളവിൻ്റെ ഇങ്ങോട്ടാണ് നമ്മൾ കുറച്ചുള്ളിലേക്ക്, ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണാണ്. അപ്പോൾ ഇനി എൻ്റെ കലാപരിപാടികളാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് സ്കിപ്പിംഗ് ഒക്കെ കളിക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് കാണിക്കുന്നില്ല. ഞാൻ രാവിലെ 5 മണി 5:30 എഴുന്നേൽക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വാഷ്റൂമിലൊക്കെ പോയി വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ കുറച്ച് നേരം നടന്നിട്ട് സ്കിപ്പിങ്ങും അല്ലാതെയുള്ള കുറച്ച് മോർണിംഗ് വർക്കൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്നെനിക്ക് സമയമായതുകൊണ്ട് ഞാൻ മോനെ വിട്ടതിന് ശേഷമാണ് വന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോർണിംഗ് വർക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കുറേ ലേറ്റായി. ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ചെയ്യുമ്പോഴേക്കും എൻ്റെ സമയം ലേറ്റാവും. എനിക്ക് അമ്പലത്തിൽ പോകണം, പിന്നെ രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സമയം ലേറ്റാകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് കുരുവികളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും ഡെയിലി വരും. അതിനെന്തെങ്കിലും അവലിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി പച്ചരി നുറുക്കരിയെല്ലാം ഇട്ട് കൊടുത്താൽ അത് അവിടെ ഭക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ അതിങ്ങനെ കരയും. ഒച്ചപ്പെടുന്നത് എന്നെ ജനലിൽ വന്നിങ്ങനെ കൊത്തി വിളിക്കും. രാവിലെ പക്ഷികൾ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെങ്കിൽ ജനലിൽ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കൊക്ക് കൊണ്ട് ഇങ്ങനെ കൊത്തും. ഗ്ലാസ്സിൽ ഇങ്ങനെ കൊത്തുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. ചില സമയത്ത് ഇറ്റുങ്ങളാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ. ഇനി വേഗം വന്ന് തുണിയെല്ലാം കഴുകി, രാവിലെയാണ് എൻ്റെ അലക്കലെല്ലാം അലക്കി കുളിച്ച് വന്ന വലിയൊരു ജോലി കഴിഞ്ഞു. അപ്പോൾ 2 ബാത്റൂമൊക്കെ അടിച്ച് വാരി കഴുകി. കുറച്ച് തുണിയൊക്കെ ആണെങ്കിൽ ഞാൻ കൈകൊണ്ട് തന്നെ നനയ്ക്കും. കുറച്ചധികം ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മെഷീനിലിടുള്ളൂ. അല്ലാതെ എപ്പോഴും ഡെയിലി മെഷീനിൽ അലക്കലൊന്നുമില്ല. പിന്നെ അവ 2 ബാത്റൂമും ഞാൻ അകത്തുള്ളതും പുറത്തുള്ളതൊക്കെ ഞാൻ ഡെയിലി കഴുകും. ഹാർപ്പിക്കൊക്കെ ഇട്ട് കഴുകുന്നത് ഒരു 2-3 ദിവസം, 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിലൊക്കെ കഴുകുള്ളൂ. അല്ലാതെ ഡെയിലി അടിച്ച് കഴുകി വൃത്തിയാക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടുജോലികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് അലക്കി കുളിച്ച് പല്ല് തേച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി വേറെ ജോലികളൊന്നുമില്ലല്ലോ. അലക്കലും കുളിക്കലും കഴിഞ്ഞാൽ തന്നെ എല്ലാ പണി ഒരുങ്ങിയ പോലെയല്ലേ. അമ്പലത്തിൽ പോയി പിന്നെ പൂജാറമ്മിലെ പൂജയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, രാവിലത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം, ഉച്ചത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം, അതേ ഉള്ളൂ ജോലി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി അലക്കലും കുളിക്കലൊന്നുമില്ല. അപ്പോൾ ഒഡീഷയിൽ എല്ലാവരും രാവിലെ എണീറ്റാൽ ചെയ്യുന്നത് അലക്കലും കുളിക്കലാണ്. കുളിച്ച് വന്നാലേ അവരുടെ ഒരു ദിവസം തുടങ്ങുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് അവർ അടുക്കളയിൽ കയറില്ല, ഭക്ഷണമൊന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. അപ്പോൾ എൻ്റെ രാവിലെ തന്നെ എൻ്റെ മോർണിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഇത്രയും ജോലികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കുളിച്ച് വരുന്നത്. വിശക്കൊന്നുമില്ല. നമ്മളത് സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ താഴെ നിന്ന് തന്നെയാണ് നനച്ച് കഴുകുന്നത്. മുകളിലാണ് എൻ്റെ കല്ലുള്ളത്, ടെറസിൻ്റെ മുകളിലാണ് കല്ലുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ കഴുകും. നമ്മൾ മുകളിലേക്ക് താമസം മാറുമല്ലോ, അതുകൊണ്ട് നമ്മൾ മുകളിലാണ് കല്ലൊക്കെ കെട്ടിയിരിക്കുന്നത്. താഴെ അപ്പോൾ പിന്നെ കല്ല് കെട്ടിയിട്ട് പിന്നെ താഴേക്ക് ഓടി വരണ്ടേ, അതുകൊണ്ടാണ്. അതൊക്കെ പോകെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വേഗം തുണിയെല്ലാം കഴുകി കുളിച്ച് വരണം. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം, ഫുഡ് ഉണ്ടാക്കണം, ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് മോൻ വരും, മോൻ്റെ കാര്യങ്ങൾ, പിന്നെ വൈകിട്ടത്തെ കാര്യങ്ങൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ ഇതാക്കുകയാണെങ്കിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ 2-3 ദിവസമൊക്കെ ആയിപ്പോവും വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാനാണ് ഉദ്ദേശം. അപ്പോൾ ഇനി അലക്കി കുളിച്ച് വന്ന് അമ്പലത്തിൽ പൂ കൊണ്ടുപോകുന്നതോടെ അവിടെ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോയിലാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതുകൊണ്ട് എനിക്കും ചെയ്യണമെന്നൊരാഗ്രഹം, അങ്ങനെ ഞാൻ ചെയ്തതാണ്. പക്ഷേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അലക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. കുളിച്ച് വന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പം ഞാൻ വന്നു. പകലൊക്കെ നമ്മൾ സാരിയാണ് ഉടുക്കുക, കോട്ടൺ സാരി. രാത്രി മാത്രമേ നൈറ്റി ഉടുക്കുള്ളൂ. കടയിലെ ചേട്ടൻ കവറിൽ ഇങ്ങനെ പൂ കൊണ്ട് വെച്ചിട്ടുണ്ടാവും, ഡെയിലി കൊണ്ടുവരും കേട്ടോ.
അപ്പോൾ എനിക്കിവിടെ പൂവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പൂവ് അവരെ വീട്ടിൽ കുറേ ഉണ്ട്, ആ ചേച്ചി കൊടുത്തു വിടുന്നതാണ്. ഇത്രയും പൂവുണ്ട്. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. തൊട്ട് മുന്നിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പൂവ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ